ഹായ്, നമ്മളുടെ ഈ ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ പാസ്തയും കോഫി ഒക്കെ വേണമായിരുന്നു അല്ലേ? അപ്പം വാട്ട് കൈൻഡ് ഓഫ് ഫുഡീസ് ആണ്? അങ്ങനൊന്നുമില്ല, നമുക്ക് ഫ്രീ ടൈം എപ്പോൾ കിട്ടുന്നു അപ്പോൾ എല്ലാം കഴിക്കണം. കാർത്തിക് പിന്നെ ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയൊരു കാര്യം വെച്ചാല് കൽബിന്റെ ഞങ്ങളൊരു പടത്തിന്റെ ഒരു ഫ്രീ ആയിട്ട് ഞങ്ങൾ കുറച്ച് ഒരു സൗഹൃദം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാമ്പും ആക്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പ് തീർന്ന ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു കവറിൽ കുറച്ച് സ്നാക്സ് ആയിട്ട് വരിക. ഞാൻ ചോദിച്ചു, ഇത് ആർക്കടാ, ഇത്ര ആർക്കടാ? ഇതെനിക്ക് അപ്പോഴേ മനസ്സിലായി, സമയം കിട്ടുമ്പോഴെല്ലാം കഴിച്ചോണ്ടിരിക്കുക. ട്രൂ ടു ഹിസ് വേർഡ്സ് ആണെന്ന്. എപ്പോഴും ഞാൻ സ്നാക്സ് അങ്ങനെയുള്ള എന്തെങ്കിലും മിക്സർ അതുപോലുള്ള കുറേ സ്നാക്സ് ഒക്കെ എപ്പോഴും കൈ കരുതിയിരിക്കും. ഷൂട്ടിന്റെ ഇടയ്ക്ക് കാർത്തി എവിടെ നിൽക്കോ സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്ത് ജ്യൂസ്, നമുക്ക് ബ്രേക്ക് ഉണ്ടെങ്കിൽ കാർത്തി ഫുഡ് ഓർഡർ ചെയ്ത് എനിക്ക് ഇച്ചിരി സമയം കിട്ടിയാൽ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും. വർക്കൗട്ട് പണിയെടുക്കുന്നുണ്ട്, നല്ലതുപോലെ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ യോഗ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഓക്കെ, നമ്മൾ സ്പിരിച്വൽ ലൈൻസ് ഒക്കെ പിടിച്ചിട്ട് ചെയ്യാറുള്ളത്. അതൊന്നും പറയണ്ട. ആക്ച്വലി ഞാനത് അതായത് ചോദിക്കണമെന്ന് എനിക്ക് എന്തായിരുന്നു, കാര്യം ഇടയ്ക്ക് ഏതൊരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്കും ഇറ്റ് വാസ് ലൈക്ക് സെയിങ് എന്റെ സ്പിരിച്വൽ ഗുരുവിനോട് ഞാൻ ചെന്ന് ചോദിച്ചു. ഈ ഇന്റർവ്യൂസിൽ മാത്രമാണോ അതോ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഇരുന്നും ഫിലോസഫി പറയുന്ന മനുഷ്യനാണോ? അല്ല, ഓക്കെ, വേറെ ആ ഒരാളെ ഒന്ന് പറയൂ, ഏതാണ് ആ കാർത്തിക്? ഞങ്ങൾ അറിയുന്ന കാർത്തിക് മറ്റേ വലിയ സാധനങ്ങൾ, പിന്നെ മറ്റേ ഇങ്ങനെ താടിക്ക് താടി വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഭീമാകരനായ കാർത്തികാണ്. അത് വിട്, അതൊക്കെ വിട്, മറ്റേ സൈഡ് വരാം, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതുണ്ട്, യു പറ. ആക്ച്വലി കാർത്തികിനെ ഇന്റർവ്യൂ സീരിയസ് ആയിട്ടില്ല, നല്ല കൗണ്ടറുകൾ പറയുന്നു, ഭയങ്കര ഫണ്ട് പറയുന്നതാണ്. ഇവന്റെ ഷൂട്ടിന്റെ ഇടയ്ക്ക് എപ്പോഴും ഞാൻ ആ ഡയലോഗ് പിന്നെ ഓർത്ത് ചിരിച്ചിട്ടുള്ളത്, ബാഹുബലി ഡയലോഗ് ഉണ്ടല്ലോ, നശിക്കി വിടിച്ച് നശിക്കി വിടിച്ച് ഒരു ഡയലോഗ് ഉണ്ട്, കണ്ട് തമിഴില്. ഇത് ചില സമയത്ത് ഇവന്റെ വായിന്ന് കേൾക്കുന്ന ഒരു ടൈമിംഗ് ഉണ്ട്. ബാഹുബലിക്കത്തില് രമ്യ കൃഷ്ണനോട് മറ്റേ ഇത് പറയുന്നുണ്ട്, കൊച്ചു കൊച്ചിന് നശിക്കി വിടി ശിവകാമി, അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നത് നശിക്കി വിടാണ്. അങ്ങനെ പറയുന്നതിനെ പറ്റി പറഞ്ഞ ഇതൊന്നും മനസ്സിലാവും. മറ്റേത് സ്പേസിൽ നിന്ന് കഥകൾ കേൾക്കുന്ന ഞാൻ അതാണ് നമ്മളുടെ മാനവീയതയുടെ എല്ലാ മൂടുപിടങ്ങളും താഴെ വീണുടയും എന്നൊക്കെ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ ഞാൻ ഭയങ്കര അത്യാവശ്യം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ഇഷ്ടം, ഒറ്റയ്ക്കിരിക്കാൻ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ വളരെ സെലക്റ്റീവായിട്ട് ഫ്രണ്ട്സും ഇതൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ തന്നെ ഭയങ്കര അവിടെ വന്നതിന് ശേഷം ഒന്ന് സിങ്ക് ആയി വന്നതാ പതിയെ. പക്ഷെ സിങ്ക് ആയതിനു ശേഷം ഇപ്പൊ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിന്റെ ഇടയിലേക്ക് തന്നെ ഞങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ക്രൂ മെമ്പർ ആയാലും രണ്ടുപേർ എക്സ്ട്രാ വന്നാൽ ഞാൻ പെട്ടെന്ന് ഞാൻ റൂമിലോട്ട് പോകും. ഞാൻ അങ്ങനത്തെ എല്ലാവരും പെട്ടെന്ന് ഇതാവുന്ന ഇതല്ല. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ഞാൻ ഭയങ്കര നമുക്ക് കംഫർട്ട് സോൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കുട്ടി പുറത്തിയാടും എന്ന് പറയുന്നതിന്റെ കൂട്ട് അങ്ങനെ കുറച്ച് കുട്ടികൾ കൂടുതലാണ് ബാക്കിയുള്ളവരെക്കാട്ടിൽ അതിനെ കൂടുതലായി.